വിചാരിക്കുന്ന ഒരു കാര്യം ഇതൊക്കെ എങ്ങനെ നമ്മൾ ക്രാക്ക് ചെയ്യും എന്നുള്ളതാണ് അല്ലേ. സോ ഡെഫിനറ്റ്ലി ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ RRB NTPC എക്സാമിൻ്റെ വേക്കൻസീസ് ഒക്കെ വന്നു. അപ്പോൾ അതിൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും ഗ്രാജുവേറ്റ് പോസ്റ്റുകളും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്തവണത്തെ വേക്കൻസീസ് വന്നപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് ഒരു പുതിയ കാര്യം കൂടെ അതിലുണ്ടായിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് പുതിയതായി ട്രാഫിക് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടെ ഇത്തവണത്തെ RRBയുടെ NTPC വേക്കൻസീസിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരുന്ന ഡൗട്ടായിരുന്നു, എന്താണ് ഈ ട്രാഫിക് അസിസ്റ്റൻറ്റ്, എന്താണ് ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ, എങ്ങനെ നിങ്ങൾക്കൊരു ട്രാഫിക് അസിസ്റ്റൻ്റ് ആകാൻ പറ്റും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അന്ന് ലൈവ് പോയപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരമാണ് സോ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻസിൽ വരുന്ന ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന റോള് എന്താണ്, എങ്ങനെ നിങ്ങൾക്കൊരു ട്രാഫിക് അസിസ്റ്റൻ്റ് ആകാം, ഈ റോളിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ NTPCയുടെ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ ലിസ്റ്റിലാണ് ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ നോട്ടീസ് ഒന്നും കൂടി ഇവിടേക്ക് അതിൻ്റെ ഒരു സ്നിപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്. സോ RRB NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് 2 ലെവൽസിലാണ് എക്സാം നടത്തുന്നത്. ഒന്ന് ഗ്രാജുവേറ്റ് ലെവൽ, അടുത്തത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ. സോ ഇവിടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൽ വരുന്ന ഒരു പോസ്റ്റാണ് ട്രാഫിക് അസിസ്റ്റൻറ്റ്. മിനിമം യോഗ്യത ഡിഗ്രിയാണ് ഡെഫിനറ്റ്ലി, ആൻഡ് ഏജും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനേക്കാളും ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് സാലറി കൂടുതലാണ്, കാരണം അവ ഹയർ പേ ലെവലിൽ വരുന്ന ജോലികളാണ്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം 59 വേക്കൻസീസാണ് ഈ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഫൈൻ. അപ്പോൾ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആരാണ് ഒരു ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ട്രാഫിക് പോലീസിനൊക്കെ കേട്ട് നമുക്ക് ആ ഒരു റോൾ എന്താണെന്ന് ഒരു ഏകദേശം ഐഡിയ, റോഡിൽ എന്താണ് ഒരു ട്രാഫിക് പോലീസ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെയും ഏകദേശം അതുപോലെ തന്നെ ട്രെയിനുകളുടെയൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ റെയിൽവേ സ്റ്റേഷനിലും 100 കണക്കിന് ട്രെയിൻസ് ആണ് വന്നും പോയൊക്കെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ജോലിയാണ് ഒരു ട്രാഫിക് അസിസ്റ്റൻറ്റിൻ്റേത്. ഒരു ട്രാഫിക് അസിസ്റ്റൻറ്റ് റെയിൽവേയിൽ തന്നെ വരുന്ന ട്രാഫിക്കിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അപ്പോൾ ഇനി നമ്മൾ എലിജിബിലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഡിഗ്രി ഏതും ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയ ഒരാളായാൽ മതി. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഇതാണ് ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷനിൽ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം മെഡിക്കൽ ആൻഡ് വിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇത് വളരെ വളരെ പ്രധാനമാണ്. ഇവിടെ ഒരു ഹയർ ലെവൽ ഗ്രാജുവേറ്റ് ലെവലിലുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ A ലെവലിൽ വരുന്ന സാധാരണ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ റെയിൽവേയിൽ പറയുമ്പം ABC എന്നാണ്. അതിൽ A1 A2 A3 ഉണ്ട്, B1 B2 അങ്ങനെ C1 C2 അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ A കാറ്റഗറിയിൽ വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നിങ്ങൾക്ക് ട്രാഫിക് അസിസ്റ്റൻ്റ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ ഈ വീഡിയോയുടെ സെലക്ഷൻ പ്രോസസ്സ് പറയുന്ന കൂട്ടത്തിൽ ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് ആദ്യം അറിയണമെന്നുണ്ടെങ്കിൽ ആ പോർഷനിലേക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ആ സെലക്ഷൻ പ്രൊസീജിയർ കൃത്യമായ ഓർഡറിൽ പറഞ്ഞാലാണ് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ടുവേർഡ്സ് ദി എൻഡ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏജ് ലിമിറ്റ് ആണ്. സോ ഇവിടെ സാധാരണഗതിയിൽ RRB NTPC ഞാൻ പറഞ്ഞല്ലോ 2 രീതിയിലാണ്. ഇവിടെ ഗ്രാജുവേറ്റ് പോസ്റ്റും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റും ഉണ്ട്. സോ ഇവിടെ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് സാധാരണഗതിയിൽ വിളിക്കുന്ന ഏജ് എന്ന് പറയുന്നത് 18നും 33 വയസ്സിനും ഇടയിലാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ സൈക്കിളിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ 18 to 36 വയസ്സ് എന്ന് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അവിടെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അത് കോവിഡ് റിലാക്സേഷനായ 3 വർഷം കൂടി ആഡ് ചെയ്തത് കൊണ്ടാണ് 18 to 33 എന്നുള്ളത് 18 to 36 മാറിയത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെയാണ്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പം അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെയാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ
18 to 30 വയസ്സാണ് സാധാരണ വരാറുള്ളത്, ടിപ്പിക്കൽ ആയിട്ട് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ സൈക്കിളിലെ നോട്ടിഫിക്കേഷനിൽ അത് 18 to 30 എന്നതിന് പകരം 18 to 33 ആയിട്ടുണ്ടായിരുന്നു. അതും കോവിഡ് റിലാക്സേഷൻ കാരണമാണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞ സൈക്കിളിൽ വന്ന കാര്യമാണ്. അപ്പോൾ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നാലാണ് കോവിഡ് റിലാക്സേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ലീനിയൻസ് ഏജ് ലിമിറ്റിൽ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അല്ലാത്ത പക്ഷം അങ്ങനെ വേറെ ഒന്നുമില്ല. ടിപ്പിക്കൽ നമ്മൾ സാധാരണ എടുക്കുന്ന സ്റ്റാൻഡേർഡ് ഏജ് ലിമിറ്റ് ആണെങ്കിൽ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ ഏജ് ലിമിറ്റ് 18-നും 33-നും ഇടയ്ക്കാണ്. ഓക്കെ, ഇനി വേറെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ വന്നാലാണ് അറിയുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ വീണ്ടും ഇത് ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ നമ്മുടെ ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. പക്ഷേ പലരും പല റിസർവ്ഡ് കാറ്റഗറിയിലും പെട്ട ആളുകളായിരിക്കും അല്ലേ. SC ST കാരുണ്ട്, OBC കാരുണ്ട്, അവർക്കൊക്കെ തന്നെ ഇവിടെ ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. 5 വർഷം വരെ റിലാക്സേഷൻ SC ST കാർക്ക് ക്ലെയിം ചെയ്യാം. OBC കാർക്ക് 3 വർഷത്തെ എന്ന് വെച്ചാൽ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിലുള്ളവർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യാം. അതേപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അങ്ങനെയുള്ളവർക്ക് 10 വർഷത്തെ റിലാക്സേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. സോ ഈ ട്രാഫിക് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത് നമ്മുടെ RRB NTPC എക്സാമിലൂടെയാണ്. അപ്പോൾ ഈ എക്സാമിനേഷൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. സോ ഈ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ രണ്ടാമത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT 2 നിങ്ങൾക്ക് ചെല്ലാം. അതിനുശേഷം ഈ ചില പോസ്റ്റുകൾക്ക് ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടി ഉണ്ടാവും. നമ്മുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിനും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർക്കൊക്കെ വരുന്ന ഒരു എക്സാമാണിത്. എന്നാൽ ചില ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും. ഇതൊരു ക്ലറിക്കൽ പോസ്റ്റ് അല്ലാത്തത് കാരണം ഇവിടെ ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഇല്ല, അതിന് പകരം CBAT ഉണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഫൈനലി നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ്. ഇത് കഴിയുമ്പോഴാണ് നിങ്ങൾക്കിവിടെ സെലക്ഷൻ കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് CBT 1 ഉണ്ട്, 2 ഉണ്ട്, അതുകൂടാതെ ഒരു CBAT ഉണ്ട്. അതിന് ശേഷമാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും നിങ്ങളുടെ ഫൈനൽ മെഡിക്കൽ ടെസ്റ്റും നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സാലറി സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് 25,500 പെർ മന്ത് ആണ്. അത് നിങ്ങളുടെ ബേസിക് പേ ആണ്. എന്ന് വെച്ചാൽ അതല്ല നിങ്ങളുടെ ശമ്പളം. ബിക്കോസ് ഇവിടെ പേ ലെവൽ 4 ജോബ് ആയതുകൊണ്ട് തന്നെ, വീണ്ടും സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബേസിക് പേയുടെ ഒപ്പം എല്ലാ മാസവും 50% 50% കൂടെ കൂട്ടി നിങ്ങൾക്ക് ഡിയർനെസ് അലവൻസ് വരുന്നുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ ശമ്പളം ഏകദേശം ഒരു 37,000-38,000 അടുത്തേക്ക് എത്തുന്നുണ്ടാകും. ക്ലിയർ? അപ്പോൾ ഈ ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് എല്ലാ വർഷവും ഇൻക്രിമെൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാ വർഷവും നിങ്ങളുടെ ബേസിക് പേ എത്രയാണോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇൻക്രീസ് ആവുന്നത്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബേസിക് പേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഗ്രേഡിലേക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ 25,500 എന്നുള്ളത് മേ ബി 34,600 ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിയർനെസ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ആ ബേസിക് പേ ആയ 34,600 ഓക്കെ, ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹൗസ് റെൻറ്റ് അലവൻസ് കിട്ടും, ട്രാവൽ അലവൻസ് കിട്ടും, റെയിൽവേ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൺസെഷൻ കിട്ടും, ഫ്രീ പാസസ് ഉണ്ടാകും. നിങ്ങളുടെ പ്രൊമോഷൻ കൂടുന്നതിനനുസരിച്ച് ഇതെല്ലാം കൂടിക്കൊണ്ടേയിരിക്കും. സോ എല്ലാം കൂടി ചേർത്ത് നിങ്ങളുടെ ഇൻഹാൻസ് സാലറി ഒരു 40,000 അടുത്ത് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജോലിയാണ് ഇവിടെ ട്രാഫിക് അസിസ്റ്റൻറ്റിൻ്റേത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം. ഇനി അടുത്തത് നമ്മുടെ ജോബ് പ്രൊഫൈലാണ്. സോ ജനറൽ ആയിട്ടുള്ള ഒരു ജോബ് പ്രൊഫൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ്സും സിഗ്നലിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ്. സോ ഷിഫ്റ്റുകളിൽ ചെയ്യേണ്ട ഒരു ജോലിയാണ്. കാരണം ഇത് ആക്റ്റീവ് ട്രെയിൻ മൂവ്മെൻറ്റ് വെച്ചിട്ടുള്ള ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേ 24/7 ആക്റ്റീവ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ പല ഷിഫ്റ്റുകളിലും നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിൽ നമ്മളിപ്പോൾ ഒരു ഓവറോൾ ആയിട്ടുള്ള പ്രൊഫൈൽ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കേസിൽ നിങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്റേഴ്സുമായിട്ടും പിന്നെ കൺട്രോൾ റൂംസുമായിട്ടും ലോക്കോ പൈലറ്റ്സും ഒക്കെ ആയിട്ട് തമ്മിൽ കോൺടാക്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമാണ് ഇവർ ഓരോരുത്തരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആ ഒരു സ്റ്റേഷൻ്റെ ഓവറോൾ ആയിട്ടുള്ള ആളാണ്. അതേസമയം കൺട്രോൾ റൂമിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ കൺട്രോൾ സിസ്റ്റംസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഇത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് റിലേ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓവറോൾ പറയാൻ പറ്റുന്ന ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻ മൂവ്മെൻറ്റ്സിൻ്റെ സമയത്ത് വരുന്ന ഡിലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള എമർജൻസീസോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവിടെയും ഇവരുടെ ഒരു ചെറിയ
സൂപ്പർവിഷൻ ആവശ്യമാണ്. സോ ബേസിക്കലി നമ്മുടെ മൊത്തത്തിലുള്ള പ്രോട്ടോകോൾസ് ഒക്കെ പ്രോപ്പർ ആണോ എന്ന് നോക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ റെക്കോർഡ് കീപ്പ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഏത് സ്റ്റേഷനിൽ പോസ്റ്റഡ് ആണ്, ഫോർ എക്സാമ്പിൾ ചില റെയിൽവേ സ്റ്റേഷൻസ് ഇപ്പോൾ മുംബൈയോ അങ്ങനെയൊക്കെ പോലെയുള്ള വലിയ സിറ്റീസിലാണെങ്കിൽ അവിടുത്തെ വലിയ സ്റ്റേഷൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ആസ് എ ട്രാഫിക് അസിസ്റ്റൻറ്റ് ചെയ്യേണ്ട ഒരു സ്പെസിഫിക് ഡ്യൂട്ടി ആയിരിക്കില്ല. നിങ്ങളൊരു ടൗണിൽ വരുന്ന ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റഡ് ആണെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, ഇതിന് നമുക്കൊരു ഓവറോൾ ആയിട്ടുള്ള ഡ്യൂട്ടീസിനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏത് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഏത് യാർഡിൽ പോസ്റ്റഡ് ആയി എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ എക്സാക്റ്റ് ഡ്യൂട്ടി എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി വീണ്ടും ബാക്കി വരുന്ന ജോബ് പ്രൊഫൈലിൻ്റെ ചെറിയ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിലൊന്നാണ് സൂപ്പർവിഷൻ ഓഫ് ദി ട്രെയിൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് എവിടേക്ക് ഉള്ള ട്രെയിനുകളാണോ പോകേണ്ടത് അത് കറക്റ്റ് ടൈംലി ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പോകുന്നു എന്ന് ഉറപ്പാക്കുക. ഇനി അതിനുശേഷം വേറെ ഡിലേസും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഈ എൻഡ് തൊട്ട് ആ എൻഡ് വരെ സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻ, വിച്ച് മീൻസ് ഡിസ്ട്രപ്ഷൻസ് ഒന്നും ഇല്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പാക്കുക. ഇതിനെയാണ് നമ്മൾ സൂപ്പർവിഷൻ ഓഫ് ട്രെയിൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മാനേജിങ് ട്രെയിൻ ഷെഡ്യൂൾസ് ആണ്. സോ കൺട്രോൾ റൂംസുമായിട്ട് കോൺടാക്റ്റിലിരുന്ന് എല്ലാ ട്രെയിൻ ഷെഡ്യൂൾസും അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ കീഴിൽ വരുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഇവിടെയാണ് കൂടുതലായിട്ടും ഈ കമ്മ്യൂണിക്കേഷൻ വേണ്ടത്. മേ ബി സ്റ്റേഷൻ മാസ്റ്ററുമായിട്ടോ അല്ലെങ്കിൽ ഡ്രൈവേഴ്സുമായിട്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റാഫൊക്കെ ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ തന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ ഷെഡ്യൂളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക എന്ന് പറയുന്നതും ഇവരുടെ ഡ്യൂട്ടിയിൽ വരുന്നു. ഇനി അടുത്തത് ട്രാഫിക് കൺട്രോളും ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഡിലേസോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഡിലേസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് വരിക. ഇനി അതുപോലെ തന്നെ മൊത്തത്തിലുള്ള റെയിൽവേയുള്ള ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മൊത്തത്തിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഫങ്ഷനിങ് എൻഷുർ ചെയ്യുക. ഇനി അടുത്തത് സേഫ്റ്റി മെഷേഴ്സ് ആണ്. സോ ഫോർ എക്സാമ്പിൾ നമുക്കറിയാമല്ലേ കുറേ സേഫ്റ്റി പ്രോട്ടോകോൾസ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഈ ട്രെയിൻസും ഒക്കെ അവരുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത്. സോ അതെല്ലാം തന്നെ എല്ലാ ഗൈഡ് ലൈൻസും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് സിഗ്നൽസ് കറക്റ്റ് ആണോ, സ്പീഡ് ലിമിറ്റ്സ് കറക്റ്റ് ആയിട്ടാണോ വെച്ചിരിക്കുന്നത്, ഇനി ഓരോ എക്വിപ്മെൻറ്റിൻ്റെയും ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ, പിന്നെ ട്രെയിനിൻ്റെ ട്രാക്ക് ഇൻസ്പെക്ഷൻസ് ഇതൊന്നും പോയി ചെയ്യാന്നല്ല, അതൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. ഇനി എന്തെങ്കിലും സേഫ്റ്റി കൺസേൺ ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക. ഇതാണ് സേഫ്റ്റി മെഷേഴ്സിൽ വരുന്നത്. ഇനി കസ്റ്റമർ സർവീസ് ആൻഡ് പബ്ലിക് റിലേഷൻഷിപ്പ്. സോ ഫോർ എക്സാമ്പിൾ പാസഞ്ചേഴ്സിന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ട്രെയിൻ ടൈമിങ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഡിലേസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക, പാസഞ്ചർ ക്വയറീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഈ ജോലിയുടെ പല ഭാഗങ്ങളാണ്. ഇതിൽ നിങ്ങൾ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ പോസ്റ്റിംഗ് എവിടെയാണോ അതിൽ വെച്ചിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സബ്സിഡിയറി ഡ്യൂട്ടികളായിട്ട് ഇവിടെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. അപ്പോൾ ഈ ട്രെയിൻ മൂവ്മെൻറ്റുകളുടെയും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ഷെഡ്യൂൾസിൻ്റെയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇൻസിഡൻസ് ഒക്കെ അറിയുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ പ്രോപ്പറായിട്ടുള്ള റെക്കോർഡിക്കൽ ഡേറ്റ കീപ്പ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള റിപ്പോർട്ട്സ് തയ്യാറാക്കുക. ഇനി സേഫ്റ്റി ചെക്സും അത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ കൂടി ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾ ഈ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കോർഡിനേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡീലിംഗ് വിത്ത് എമർജൻസീസ് ആണ്. സോ ഇവിടെ എമർജൻസീസ്, അതായത് മേ ബി ട്രെയിൻ ആക്സിഡൻസോ അല്ലെങ്കിൽ ട്രെയിൻ ഡിലേസ് വരുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക എന്നുള്ളത് കൂടെ ഇതിൻ്റെ ജോബ് പ്രൊഫൈലിൽ പെടുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല എമർജൻസി റെസ്പോൺസ് ടീം ERT എന്ന് പറയുന്ന ആ ടീമുമായിട്ട് പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്തിട്ട് റെയിൽവേ പാസഞ്ചേഴ്സിൻ്റെയും റെയിൽവേ സ്റ്റാഫിൻ്റെയും ഒക്കെ സേഫ്റ്റി ഉറപ്പാക്കുക എന്ന് പറയുന്നതും ഇവരുടെ ഡ്യൂട്ടിയിൽ വരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ്. സോ അപ്പം ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഫ്രേറ്റ് മൂവ്മെൻറ്റ്, അതായത് പാസഞ്ചേഴ്സും അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിനൊക്കെ ഇല്ലേ അതുപോലത്തെ വരുന്ന മൂവ്മെൻറ്റ്, സ്പെഷ്യൽ സർവീസ് ട്രെയിനുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക. സോ വീണ്ടും ട്രെയിനുകളൊക്കെ കറക്റ്റായിട്ട് സ്റ്റേഷൻസിൽ സേഫായിട്ട് നിർത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ബേസിക്കലി ട്രാഫിക് പ്ലാനിങ്ങിന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അതർ ഡ്യൂട്ടീസ് വരുന്നത്. സോ ഇത് ബേസിക് ആയിട്ട് പറയുന്ന ഓവറോൾ ഡ്യൂട്ടീസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ ഡ്യൂട്ടീസ് നിങ്ങൾ ഏത് സ്റ്റേഷനിലാണോ പോസ്റ്റഡ് ആയിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളിത് ഏതൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അതിനുള്ള ടാസ്ക് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഈ ജോലിയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഐഡിയ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊമോഷൻ ആൻഡ് ഗ്രോത്ത് ആണ്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രാഫിക് അസിസ്റ്റൻറ്റിൽ നിന്നും സീനിയർ ട്രാഫിക് അസിസ്റ്റൻ്റ് ആകും. ഇനി നിങ്ങളോട് എടുത്തു പറയാനുള്ളൊരു കാര്യം, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ തന്നെ സെക്ഷൻ കൺട്രോളറും ഒക്കെ അല്ലേ. അപ്പോൾ ഈ പോസ്റ്റുകളിലൊക്കെ ഫില്ലിങ്ങിൽ ഒരു പ്രത്യേക പെർസെൻറ്റേജ്, എനിക്ക് തോന്നുന്നു 20% സംതിങ് ആണെന്ന് തോന്നുന്നു. സോ അത്രയും പെർസെൻറ്റേജ് ഈ ട്രാഫിക് അസിസ്റ്റൻറ്റിൽ നിന്നും വരാനുള്ള പോസ്റ്റാണ്. അപ്പോൾ
നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റേഷൻ മാസ്റ്ററോ സെക്ഷൻ കൺട്രോളറോ പോലെയുള്ള പോസ്റ്റുകളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ സീനിയറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാംസ്, ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് ബാക്കിയുള്ള അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് മാനേജറായിട്ടും ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജറായിട്ടും നിങ്ങൾക്ക് ഇവിടെ പ്രൊമോഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി സ്ട്രോങ് ജോബ് സെക്യൂരിറ്റിയാണ്. ഗവൺമെൻറ് ജോബാണ്, സെക്യൂർ ആയിട്ടുള്ള ജോബാണ്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി നല്ല കരിയർ ഗ്രോത്തിനുള്ള സ്കോപ്പ് ഉണ്ട്. പിന്നെ റെയിൽവേൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നല്ല എക്സ്പോഷർ കിട്ടും. അതുകൂടാതെ ഇഷ്ടംപോലെ നല്ല സാലറിയുടെ ഒപ്പം തന്നെ നല്ല ബെനിഫിറ്റ്സും കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ മറ്റുള്ള പോസ്റ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഗുഡ്സ് ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ, ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ട്രെയിൻ ആൻഡ് മൂവ്മെൻറ്റിൻ്റെ ഓപ്പറേഷൻസ് വെച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ്. സോ ഇത് ഷിഫ്റ്റ് ഡ്യൂട്ടികളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ സെലക്ഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു CBT-1 എന്ന് പറയുന്ന എക്സാമാണ്. സോ 1.5 മണിക്കൂറിന് ഡ്യൂറേഷനുള്ള CBT-1 എക്സാമിൽ നിങ്ങൾക്ക് 100 ചോദ്യങ്ങൾ ഉണ്ടാകും. മാത്സ് ഉണ്ടാകും, ജനറൽ അവയർനെസ് ഉണ്ടാകും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ടാകും. സോ ഇതാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ്. ഇവിടെ ഇംഗ്ലീഷ് ഇല്ല, ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുകയും വേണ്ട, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ വെയിറ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നത്. ജനറൽ അവയർനെസ്സിന് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്സിന് 30 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന 30 മാർക്ക്, റീസണിങ്ങിന് 30 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന 30 മാർക്ക്. ഓക്കെ, 1/3 ആണ് ഈ ഫസ്റ്റത്തെ ടെസ്റ്റിൽ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം CBT-1 പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം CBT-1 ക്ലിയർ ചെയ്താലാണ് നിങ്ങൾ ബാക്കി എന്തിലും എത്ര സൂപ്പറായിട്ടും ജോലി കിട്ടണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ CBT-1 മസ്റ്റായിട്ടും ക്ലിയർ ചെയ്യണം. സോ CBT-1 ക്ലിയർ ചെയ്താൽ മാത്രമാണ് CBT-2 പോകാൻ പറ്റുള്ളൂ. CBT-2 CBT-1 പോലെ തന്നെയാണ്, ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. CBAT പോകുമ്പോഴും അവിടെ നമുക്ക് കൂടുതലായിട്ടും സൈക്കോമെട്രിക് അനാലിസിസ് ആണ് നടക്കുന്നത്. സോ ഈ അവിടം വരെയൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മിടുക്കനോ അല്ലെങ്കിൽ മിടുക്കോ ആയിട്ട് കാര്യമില്ല, നിങ്ങളുടെ CBT-1 നിങ്ങൾ ക്രാക്ക് ചെയ്യണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കംപ്ലീറ്റ്ലി അക്കാഡമിക് ആയിട്ടുള്ള ഒരു റിട്ടൺ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ CBT-1 കാര്യം പറയുമ്പോൾ RRB NTPCയുടെ കഴിഞ്ഞ സൈക്കിളിലെ എക്സാംസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ CBT-1 റിസൾട്ട് വന്നു. സോ NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ റിസൾട്ട് വന്നപ്പം നമ്മുടെ ഗോൾഡ് ബാച്ചിലെ 14-ലധികം കുട്ടികൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഗോൾഡ് ബാച്ചസിൽ പെർ പേഴ്സൺ അറ്റൻഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടീച്ചേഴ്സിന് ഓരോ കുട്ടികളെയും അറിയാം, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, ത്രൂ ഔട്ട് മെൻറ്റർഷിപ്പ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഗോൾഡ് ബാച്ചിലെ 14 പരം കുട്ടികൾ CBT-1 ക്ലിയർ ചെയ്തു. ഇനി CBT-2 നടക്കാൻ മാത്രമേ ഉള്ളൂ. CBT-2 നടന്നു കഴിയുമ്പോഴേക്കും അതുകൂടെ അവർക്ക് ഡെഫിനറ്റ്ലി ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ എൻട്രിയിൽ CBT-2 ലെവൽ പ്രിപ്പറേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ എക്സാമായ CBT-2 പോകാം. അവിടെയും ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആണ്. പക്ഷേ 100 ക്വസ്റ്റ്യൻസിന് പകരം ഇവിടെ നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ വ്യത്യാസം. ജനറൽ അവയർനെസ് നേരത്തെ 40 മാർക്സ് ആയിരുന്നു, ഇപ്പോൾ 50 മാർക്സ് ആയി. റീസണിങ്ങും മാത്സും 30 മാർക്സ് ഈച്ച് ആയിരുന്നു, ഇപ്പോൾ അത് 35 and 35 ആയി. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. സോ നിങ്ങൾ CBT-1 പ്രിപ്പയർ ചെയ്യുമ്പോൾ ബേസിക്സ് വെച്ചിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ CBT-2 പോകുമ്പോൾ നിങ്ങൾ ആ ബേസിക്സ് ഒന്നും മാറാൻ പോകുന്നില്ല. അതിൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻസ് ലെവൽ നോക്കി പ്രാക്ടീസ് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷം വരുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. സോ അപ്പോൾ ഇവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകേണ്ടി വരും. നിങ്ങളുടെ 10th-ലെയും 12th-ലെയും ഒക്കെ മാർക്ക് ലിസ്റ്റ്, പിന്നെ ഡിഗ്രി ബേസ്ഡ് ഉള്ള സർട്ടിഫിക്കറ്റ്. അതിപ്പം ലൈവിൽ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ഫൈനൽ ഇയറിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അത് എക്സാക്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അത്തരത്തിൽ നമുക്കൊരു കൺക്ലൂഷൻ കിട്ടുകയുള്ളൂ. കാരണം ചില കേസിൽ നമ്മൾ എപ്പോഴും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കേണ്ടത്. സോ അതുവരെ അതിനുള്ളിൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുകയാണെങ്കിൽ ചില എക്സാംസിൽ അത് സമ്മതിക്കാറുണ്ട്. അത് എക്സാക്ട്ലി അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫ്, മേ ബി നിങ്ങളുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ആധാർ കാർഡോ, മേ ബി വോട്ടേഴ്സ് ID ഒക്കെ. പിന്നെ നിങ്ങൾ ഏതെങ്കിലും റിലാക്സേഷൻ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ
റിലാക്സേഷൻ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ കൊടുക്കണം. ഇനി നിങ്ങൾ മേ ബി PWD പേഴ്സൺസ് വിത്ത് ബെഞ്ച് ഡിസബിലിറ്റി അത് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുക്കണം. പിന്നെ ഏജ് പ്രൂഫിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത്തരം സാധനങ്ങളാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ A2 കാറ്റഗറിയിലാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് A2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. അപ്പോൾ ഞാനത് ജസ്റ്റ് വായിച്ചത് നിങ്ങൾക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ സമ്മറി പറഞ്ഞു തരാം. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാവണമെന്നില്ല. ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ ആസ്പെക്ട്സ്, വീണ്ടും വിഷ്വൽ സ്റ്റാൻഡേർഡ്സ്, ഡിസ്റ്റൻസ് വിഷൻ 6/9, 6/9 വിത്തൗട്ട് ഗ്ലാസസ്, നിയർ വിഷൻ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് നമുക്കിവിടെ നോക്കാം. സോ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇവിടെ A2 കാറ്റഗറിയിലാണ് നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് വേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ആസ്പെക്ട്സിലും മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യും, BP ചെക്ക് ചെയ്യും, എക്സ്റേ എടുത്ത് നോക്കും, യൂറിൻ ടെസ്റ്റ് മിക്ക പ്ലേസസിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മെഡിക്കലി ലൈക്ക് ഫിസിക്കലി ഫിറ്റ് ആണോ? ചില ഡോക്ടേഴ്സ് ഇങ്ങനെ മൂവ്മെൻറ്റ്സ്, ജോയിൻസ് ഒക്കെ മൂവ് ചെയ്യാനൊക്കെ പറയും. എണീക്കാനും ഇരിക്കാനും നടക്കാനും നിൽക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണത്. ഇനി വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ വരുന്നത് 6/9 ആൻഡ് 6/9 ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ആ വിഷ്വൽ ചാർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും കണ്ണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയാൽ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ മുകളിലൊരു ലൈൻ, പിന്നെ ഒരു ലൈൻ, അങ്ങനെ അല്ലേ? അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നിന്നും മൂന്നാമത് വരെയുള്ള ലൈൻ നിങ്ങൾക്ക് ഗ്ലാസ്സസ് ഇല്ലാതെ വായിക്കാൻ പറ്റണം. സോ വിത്തൗട്ട് ഗ്ലാസ്സസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, വിത്തൗട്ട് ഗ്ലാസ്സസ് എന്ന് വെച്ചാൽ സ്പെക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്പെക്സ് യൂസ് ചെയ്യാതെ ലാസ്റ്റ് നിന്നും മൂന്നാമത്തെ ലൈൻ നിങ്ങൾക്ക് രണ്ട് കണ്ണിലും വായിക്കാൻ പറ്റണം. ഓക്കെ, നിയർ വിഷനും വിത്തൗട്ട് ഗ്ലാസ്സസ് ആണ്. അപ്പം കണ്ണ് അത്യാവശ്യം പവർ ഉള്ളവർ, മീൻസ് നല്ല കാഴ്ചശക്തി ഉള്ളവർക്ക് ആണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ കളർ വിഷൻ ടെസ്റ്റ്. എന്താണ് ഈ കളർ വിഷൻ ടെസ്റ്റ്? നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഇല്ല എന്ന് ഉറപ്പാക്കുന്ന ടെസ്റ്റാണ് കളർ വിഷൻ ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പാലറ്റിൽ പല കളേഴ്സ് വെച്ചിട്ടുള്ള ചില ഫിഗേഴ്സ് വന്നിട്ടുണ്ടാവും. അതിൽ നിന്നൊരു നമ്പറിനെയോ അല്ലെങ്കിൽ ഒരു പാത്തോ ഒരു ഇമേജോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് കളർ വിഷൻ. പിന്നെ വരുന്നത് ബൈനോക്കുലർ വിഷനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നേരെ നോക്കുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ ഫോൺ നോക്കുകയാണ്, വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങളുടെ സൈഡിൽ ഒരാൾ വന്നാൽ നിങ്ങൾ അറിയും അല്ലേ? അപ്പോൾ നിങ്ങളുടെ പെരിഫറൽ വിഷനും ആക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ നോക്കുന്ന നേരെ മാത്രമല്ല, സൈഡിലുള്ളതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അതിനെയാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഫീൽഡ് ഓഫ് വിഷൻ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഫീൽഡ് ഓഫ് വിഷൻ ആണ് കേട്ടോ. ബൈനോക്കുലർ വിഷൻ നേരെ നോക്കുമ്പോൾ രണ്ട് കണ്ണും രണ്ട് പ്യൂപ്പിൾസും ഒരേ പ്ലേസിലേക്ക് പോയിന്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ തെറ്റുകണ്ണെന്നൊക്കെ പറയില്ലേ. സോ നിങ്ങൾ ഏത് ഒബ്ജക്റ്റിനെയാണോ നോക്കുന്നത്, അപ്പോൾ രണ്ട് കൃഷ്ണമണിയും ഒരേപോലെ ആ പ്ലേസിലേക്ക്, ആ പോയിന്റിലേക്ക് വേണം ഫോക്കസ് ചെയ്യാൻ. ഇതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഫീൽഡ് ഓഫ് വിഷൻ ആണ് സൈഡിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ അറിയണം, പെരിഫറൽ വിഷൻ എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ നൈറ്റ് വിഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺട്രാസ്റ്റ് ആണ്. അതായത് ഇപ്പം ഇരുട്ടത്ത് ആർക്കും കണ്ണ് കാണില്ല, പക്ഷേ ഇരുട്ടത്ത് നിഴലുകൾ നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ചിലത് ഡാർക്ക് ആയിട്ടുള്ളതും ചിലത് കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള നിഴലുകളായതുകൊണ്ടാണല്ലേ. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അതിനെയാണ് നമ്മൾ നൈറ്റ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. ഓരോ ടെസ്റ്റും എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, എങ്ങനെ പാസ്സാവും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ എങ്ങനെ നമ്മൾ ക്രാക്ക് ചെയ്യും എന്നുള്ളതാണ് അല്ലേ. സോ ഡെഫിനറ്റ്ലി ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ സിലബസും എക്സാം പാറ്റേണും കണ്ടുപിടിക്കുക, അത് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റീസണിങ്ങും മാത്സും GA ഉണ്ട്. സോ ഇംഗ്ലീഷ് നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും കൂടെ ഇതിൻ്റെ കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ SSCയോ ബാങ്കോ, ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കേണ്ട കാര്യമില്ല. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യുക ആൻഡ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക, സ്പീഡും ആക്യുറസിയും കൂട്ടുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആയിട്ടിരിക്കാൻ മാക്സിമം നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. നല്ല വേക്കൻസീസും വന്നിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടൈം കൂടിയാണ്. കാരണം എൻട്രിയിൽ വിദ്യാരംഭം പ്രമാണിച്ച് നമ്മളൊരു സ്പെഷ്യൽ റെയിൽവേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ,
നിങ്ങൾക്കിത് നല്ല ഓഫർ പ്രൈസിൽ ലഭിക്കും. അത് മാത്രമല്ല, നിങ്ങളിതിലേക്ക് വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫ് ടൈം മുഴുവൻ വാട്സാപ്പ് സപ്പോർട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെയും ക്വയറീസിൻ്റെയും ഒക്കെ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. കോഴ്സ് 85% നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, അറ്റൻഡൻസ് 85% വേണമെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തരുന്ന ടാസ്കുകളും 85% കംപ്ലീഷൻ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കണ്ടിന്യൂസ്ലി ഗോൾഡ് ബാച്ചസിലേക്കുള്ള ഫ്രീ ആയിട്ടുള്ള റിന്യൂവൽ ഈ ഒരു സമയത്ത് വിദ്യാരംഭം ബാച്ചിൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ കോഴ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗിനർ ലെവൽ ട്രെയിനിങ് തൊട്ട് എക്സ്പേർട്ട് ലെവൽ ട്രെയിനിങ് വരെ, അതായത് ഏറ്റവും ബേസിക് കോൺസെപ്റ്റ്സ് മുതൽ CBT 2 ലെവൽ പ്രിപ്പറേഷൻ വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 ലെവൽ പ്രോഗ്രാമാണ് നമുക്കുള്ളത്. എല്ലാ എക്സാംസിനെയും മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരാനായിട്ട് നമ്മുടെ മെൻറ്റേഴ്സും നിങ്ങളുടെ കൂടെയുണ്ട്. സോ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയാണ് എൻട്രിയിലെ നമ്മുടെ കോഴ്സസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കോഴ്സസിനെ പറ്റിയോ എക്സാമിനെ പറ്റിയോ എലിജിബിലിറ്റിനെ പറ്റിയോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ടൈപ്സ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ താഴെ കോമെൻ്റ് ആയിട്ട് ഇട്ടോളൂ. നമുക്ക് ഇനി വരുന്ന വീഡിയോസ് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, സോ ഈ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യണം. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വരുന്ന ഒരു വീഡിയോയും നിങ്ങൾ അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.